الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق ونورا به الاقتداء يليق وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الله نزل أحسن الحديث كتابا متشابها مثانيا تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله ഏറ്റവും ആദരണീയരായ ഉലമാക്കളെ, സാദാത്തുക്കൾ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, SYS-ന്റെയും SSF-ന്റെയും കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ പരിപൂർണമായി വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അനുയായികൾക്ക് ബിദ്അത്തിൽ നിന്ന് എത്രമാത്രം വിട്ടുനിൽക്കാൻ കടമയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന മഹത്തായൊരു വേദിയായി
യാദൃശ്ചികമെങ്കിലും ഈ മഹത്തായ സദസ്സ് ഇന്ന് തന്നെ സംഘടിപ്പിക്കപ്പെട്ടതിൽ നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ മഹത്തുക്കളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കാൻ സർവശക്തൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സംഘാടകർ ഇവിടെ ഉദ്ദേശിക്കുന്നത് നവോത്ഥാനം എന്ന വാക്ക് പല വാചകങ്ങളെയും ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വ്യാജമായി ജൽപ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹത്തായ ഇസ്ലാമിക പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മേഖലയിലുള്ള നവോത്ഥാനത്തെ 1921കളിലേക്ക് ചുരുട്ടിക്കെട്ടാൻ നിഗൂഢമായി ശ്രമിക്കുന്ന പുതിയ ആശയത്തിന്റെ ഉടമകളും യുക്തിവാദികളുമായ ആളുകൾക്ക് നവോത്ഥാനത്തിന്റെ മഹത്തായ ആശയവും അർത്ഥവും പിടികിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിലൂടെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നവോത്ഥാനം എന്ന വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് നീങ്ങുന്ന പുതിയ വാദഗതിക്കാരുടെ പ്രലോഭനങ്ങളെ തുറന്നു കാട്ടുക എന്നതാണ് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യുന്നതിലൂടെയുള്ള പ്രധാന പ്രമേയം. ഞാൻ ആ ഭാഗത്ത് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് യഥാർത്ഥ നവോത്ഥാനത്തിന്റെ വഴി എന്താണെന്ന് എപ്പോഴും നാം സൂചിപ്പിക്കാറുള്ളതുപോലെ അതിൽ ഉത്ബുദ്ധരായി നമുക്ക് ഇൻഷാ അല്ലാഹ് ചുറ്റുപാടുമുള്ള മുസീബത്തുകൾ, വിശ്വാസരംഗത്ത് സാധാരണക്കാരായ നല്ലവരായ ആളുകളെ ചതിയിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്ന കുതന്ത്രങ്ങളെ സംബന്ധിച്ച് ഓർമ്മ പുതുക്കുകയും അതിൽ നിന്ന് കാവൽ തേടുകയും ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാവുന്നതാണ്. അർഹമുർ റഹീമായ റബ്ബ് പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പൊളിച്ചെഴുതുക എന്ന അർത്ഥമാണെന്നാണ് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നവോത്ഥാനം എന്ന വാക്ക് തന്നെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ പുത്തനുണർവ് അടിസ്ഥാനം ശിഥിലമാക്കിക്കൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ അറിവിന്റെ ഒന്നും ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയുമല്ലോ, ഒരു വീട് പഴയതാണെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞ് നന്നാക്കിയെടുക്കുന്നതിന് അല്ല യഥാർത്ഥത്തിൽ മെയിൻ്റനൻസ് ചെയ്ത് നന്നാക്കുക എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിന് വേണ്ട ഭേദഗതി വരുത്തി നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിനല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തിന് ഭേദഗതി എന്നൊരർത്ഥം പോലും ഇല്ല. അപ്പോൾ പൂർണ്ണമായും ഇസ്ലാമിനെ ഉടച്ചു വാർത്ത് അവരുടെ യുക്തിക്ക് അനുസൃതമായി കാലികമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനും വികലമാക്കാനും ശ്രമിക്കുന്നതിന് നവോത്ഥാനമെന്ന് പേരിടുന്നതിനെ വളരെ വ്യക്തമായി സാഹിത്യവും ഭാഷാപ്രയോഗവും
സാധാരണ ജനകീയ കോടതിയും അതിശക്തമായി വിചാരണ ചെയ്യുകയാണ്. ആ വിചാരണയുടെ മേഖലയിൽ പിടിച്ചു നിൽക്കാനാകാതെ കഴിഞ്ഞ 8 പതിറ്റാണ്ടോളമായി കേരളത്തിൽ അതിശക്തമായ എല്ലാ പ്രലോഭന പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ കഴിയാതെ വിഷമിക്കുന്ന വിരളി ചിന്താഗതിക്കാരാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തെ യുക്തിവാദത്തിന് സമാനമായി ഇവിടെ വ്യാഖ്യാനിച്ചത്. നിങ്ങൾക്കറിയുമല്ലോ, അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രത്യേകത തന്നെ നവോത്ഥാന നായകന്മാരാൽ അതിന്റെ ആശയം ലോകത്ത് ആ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലക്ക് അവതരിപ്പിച്ചു കൊടുത്തു എന്നതാണ് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ചരിത്രം ഉള്ളത്. അല്ലാതെ പരിശുദ്ധ ഇസ്ലാമിൽ എന്തെങ്കിലും ഭേദഗതിയോ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ മാറ്റിത്തിരുത്തലുകളോ ഒരു കാരണവശാലും അനുവദിക്കപ്പെടുന്നതല്ല. അത് ഏത് കാലഘട്ടത്തിലും ആവശ്യവും ഇല്ല. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. പരിശുദ്ധമായ ഇസ്ലാമിനെ ഏറ്റവും പഴയ മതവും ആധുനിക ലോകത്ത് നിത്യനൂതനത്വത്തോട് നിൽക്കുന്ന പ്രസ്ഥാനവുമായി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, അതിന്റെ ഒന്നാമത്തെ പ്രവാചകൻ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം. ഉറക്കെ പ്രതികരിച്ചോളൂ. ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ മനുഷ്യരും ഒന്നാമത്തെ പ്രവാചകരുമെങ്കിൽ മനുഷ്യരുടെ സംസ്കരണത്തിനു വേണ്ടി കടന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ എല്ലാം മുന്നേ അള്ളാഹുവാകുന്ന സൃഷ്ടാവ് മനുഷ്യവിഭാഗത്തിന് അവരുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൽപ്പനകളും നിരോധനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ സംസ്കരണത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം, അതിന്റെ നിയമങ്ങൾ മനുഷ്യാരംഭം മുതൽ ഈ ലോകത്ത് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പഴയ മതം എന്ന് പറയാൻ ഉള്ള കാരണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മനുഷ്യന്റെ ഉത്ഭവം മുതൽ ഈ ലോകത്ത് അല്ലാഹു സംവിധാനിച്ചെങ്കിൽ യഥാർത്ഥ പ്രാമാണികമായ വരവ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് പോലും പറയാൻ കഴിയാത്ത ഖദീമായ കലാമായ വിശുദ്ധ ഖുർആനാണ് അവസാനത്തെ ഗ്രന്ഥമായി അഥവാ അൽ ഫുർഖാനുൽ അസീമായി ഖിയാമത്ത് നാൾ വരെ പ്രാബല്യമുള്ള ആധികാരിക പ്രമാണങ്ങളിൽ ഒന്നാമത്തേതായി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതെങ്കിൽ അതിന്റെ അവതരണം ഒന്നാം ആകാശത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മധ്യേ അതിന്റെ ആശയവുമായി അവതരണത്തിന്റെ പശ്ചാത്തലം എന്ന നിലക്കാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് 23 വർഷക്കാലം വ്യത്യസ്ത സാഹചര്യങ്ങളുടെയും സംഭവങ്ങളുടെയും പശ്ചാത്തലങ്ങളുടെയും മേഖലയിലായി അനിവാര്യമായ ഘട്ടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ അവതരണത്തിന് മതിയായ കാരണങ്ങൾ ഈ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തേക്ക് അവതരിച്ചു. അതേസമയം ഖദീമായ കലാമെന്നുള്ള ഇസ്ലാമിക വിശ്വാസപ്രകാരം അതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറയാൻ സാധ്യമല്ല. അത് സൃഷ്ടിയല്ല, സൃഷ്ടാവുമല്ല, അല്ലാഹുവിന്റെ ഖദീമായ കലാമാണ്. അതുകൊണ്ട് തന്നെ ആ കലാമിന്റെ ഉത്ഭവം എന്നാണ് എന്ന് പറയാൻ കഴിയാത്തത്ര പഴക്കമുള്ള ഏറ്റവും ആദ്യം എന്ന് വളരെ വ്യക്തമായി ലോകത്ത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആൻ എന്ന പ്രമാണത്തിലൂടെയും ഇസ്ലാമിക വിശ്വാസത്തിലൂടെയും ഒന്നാമത്തെ മനുഷ്യൻ മുതൽ കടന്നു വന്ന എല്ലാ മേഖലകളിലൂടെയും പരിശുദ്ധ ഇസ്ലാം അജയ്യമായി ഇന്നും നിത്യനൂതനത്വത്തോടെ നിലകൊള്ളുന്നു എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിനെ ആകർഷിക്കുന്നതിൽ ഏറ്റവും വലിയ ഘടകം. നമുക്കറിയാം, ആ രംഗത്ത് നവോത്ഥാനത്തെ ഇസ്ലാമുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേവലം മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾ തൊട്ടടുത്ത കാലയളവിലുണ്ടായ
ABCD അക്ഷരങ്ങൾ കൂട്ടിയിണക്കി പല പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉണ്ടായപ്പോൾ തൊട്ടടുത്ത 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ആദ്യമുണ്ടാക്കിയ നിയമങ്ങളും അതിന്റെ സംഹിതകളും മാറ്റി എഴുതി വീണ്ടും പുതിയ പുതിയ കാലഘട്ടത്തിനനുസൃതമായി ഭേദഗതിക്ക് വിധേയമാക്കേണ്ടി വന്ന ചില പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും തത്വശാസ്ത്രങ്ങളെയും മീമാംസകളെയും പരിശോധിക്കുന്ന വീക്ഷണത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ കാണാനേ സാധ്യമല്ല. അത് ഇസ്ലാമിന്റെ വ്യതിരിക്തത തന്നെയാണ്, ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെയാണ്. അത്തരം ചുരുങ്ങിയ യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള പരിമിതമായ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഇസ്ലാം എന്ന മഹാപ്രസ്ഥാനത്തെ അളക്കാൻ ശ്രമിച്ചിടത്താണ് നവോത്ഥാനമെന്ന വാചകത്തെ തെറ്റിദ്ധരിപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ആധുനിക വിജയി ചിന്താഗതിക്കാരായി കടന്നുവന്ന ഇസ്ലാമിന്റെ ലേബലെത്തിച്ചു നടക്കുന്ന സെൻസസിലൂടെ മുസ്ലിമെന്ന പേര് പറഞ്ഞ് അവകാശം തട്ടിയെടുക്കുന്ന ഔദ്യോഗിക വിഭാഗങ്ങളിലും മറ്റുമായി അഥവാ ഗവൺമെന്റ് തലങ്ങളിലും മറ്റുമായി ഇന്ന് കയറിപ്പിടിച്ച് അവരുടേതായ ആമാശയത്തിനും അവരുടെ ഭൗതിക ജീവിതാവശ്യത്തിനും ആവശ്യമുള്ളത് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ നേടിയെടുക്കുന്ന ചിലർ ഇന്ന് വാചാലമായി പരിശുദ്ധ ഇസ്ലാം എന്ന മഹാ പ്രസ്ഥാനത്തെ സമീപിച്ച അപകടങ്ങളിലൂടെ വിളിച്ചോതുന്നത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാകുന്ന ഇസ്ലാം അതിന്റെ അടിസ്ഥാനം എന്തെന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം എന്തെന്നും അതിന്റെ യാതൊരു ഭേദഗതിക്കും വിജയമാകാതെ വള്ളി പുള്ളി വിസർഗത്തിന് വൈരാഗ്യം സംഭവിക്കാതെ ആധികാരിക പ്രമാണമായ ഖുർആൻ 1500 കൊല്ലക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രമാണമായി അവതരിപ്പിച്ചതിനു ശേഷം ഇതാ കഴിയുകയാണ്. എന്നാൽ അതിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അതിന്റെ ഉത്ഭവം നിജപ്പെടുത്താൻ കഴിയാത്തത്ര പഴക്കമുള്ളതാണ്. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ ആധുനിക ലോകത്തെ എല്ലാ വിസ്ഫോടനങ്ങൾക്കും മധ്യേ തിരുത്തപ്പെടേണ്ടി വരാതെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ ഒരു തരത്തിലുള്ള ഭേദഗതിയും ആവശ്യമാകാതെ നിലനിൽക്കുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെങ്കിൽ ആ പ്രത്യേകത എന്ന അടിസ്ഥാന മൂല്യത്തിന് കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് കേവല ഭൗതിക സംഘടനകളെ ഈ സമീപ കാലഘട്ടത്തിൽ ഉത്ഭവിച്ച കൂടുകളെ പോലെ കടന്നു വന്ന പ്രസ്ഥാനങ്ങളെ ഏതെങ്കിലും മനുഷ്യന്റെ പരമാവധി ഉള്ള മസ്തിഷ്കത്തിൽ നിന്ന് ഉടലെടുത്താലും പരിമിതമായ കാലയളവ് മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്ന വസ്തുത പഠിക്കാതെ കേവല ഭൗതിക പ്രസ്ഥാനങ്ങളെ അളക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ അളക്കാൻ സമീപിച്ചു എന്നതാണ് നവോത്ഥാനം എന്ന വാക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാമിന്റെ ലേബലിൽ പുതിയ ആശയക്കാർക്ക് ഇന്ന് ശ്രമം നടത്തേണ്ടി വരുന്നത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നവോത്ഥാന നായകരാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ കാലഘട്ടത്തിനനുസൃതമായി നിയമാനുസൃതമായി ജീവിക്കാൻ ഓരോ പ്രത്യേക വിഭാഗങ്ങൾക്കും നാടുകൾക്കും വരെ പ്രത്യേക നിയമ സംഹിതകൾ ഇറക്കിക്കൊടുത്ത നാഥനായ റബ്ബ് അവസാനം അതിന്റെ തീരുമാനം പൂർണ്ണമാക്കിക്കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ അന്തിമമായ പ്രഖ്യാപനം ഖിയാമത്ത് നാൾ വരെ പ്രാബല്യമുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർണ്ണതയെത്തിയ മഹത്തായ പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ആ ആശയത്തെയും നിയമത്തെയും മതത്തെയും ഈ ലോകത്ത് ഔദ്യോഗികമായി അതിന്റെ സമ്പൂർണ്ണത എത്തിയിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനവുമായി ഈ ലോകത്തേക്ക് നടപ്പിലാക്കുമ്പോൾ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാം മുതൽ ജീവിച്ച മനുഷ്യ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാവുന്ന മുഴുവൻ ഘട്ടങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി അറിയുന്ന നാഥൻ ഖിയാമത്ത് നാൾ വരെ വരുന്ന നിയമത്തെ അന്ന് സംവിധാനിക്കുന്നതിന് യാതൊരു തടസ്സവും യഥാർത്ഥത്തിൽ ഇല്ല. അതേസമയം അന്ന് റബ്ബിന്റെ തീരുമാനം അതാത് കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമായ നിയമങ്ങളെ
നിയമസംഹിതകളെ ഏടുകളും ഗ്രന്ഥങ്ങളുമായി ഈ മാതായ സമൂഹത്തിന് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അത് അവതരിപ്പിച്ച് ദൂതന്മാരെ അയക്കുക എന്ന തീരുമാനമായിരുന്നു അല്ലാഹുവിന്റേത്. ദൂതന്മാരെ ആരെയും അയക്കാതെ ഡയറക്റ്റായി നിർദ്ദേശം കൊടുത്ത് സ്വതസിദ്ധമായി ഇസ്ലാമിക സത്യത്തിലേക്ക് വരാൻ സമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കുന്നതിനും അല്ലാഹുവിനൊരു തടസ്സവുമില്ല. അതേസമയം അല്ലാഹുവിന്റെ തീരുമാനം മനുഷ്യവിഭാഗത്തിന് നിർദ്ദേശം നൽകാൻ മനുഷ്യരിൽ നിന്നുള്ള മഹത്തായ ആ ദൗത്യ സംഘത്തെ, പ്രബോധന ദൗത്യം ഏറ്റെടുത്ത പ്രവാചക സംഘത്തെ അയക്കാനായിരുന്നു തീരുമാനം. മറ്റു പല വ്യത്യസ്ത ജീവികളും ഇവിടെയുണ്ട്. ജീവിക്കുന്ന ആ ജീവികളുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ നിയമങ്ങൾ അവർക്ക് അവരുടേതായ ആ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. നമുക്കറിയുമല്ലോ, പശുവും കോഴിയും ആടും അതേപോലെ മറ്റുള്ള ജീവികളും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ ഇണചേരുന്നതിന് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ആഹാരം കഴിക്കുന്നതിന് മറ്റുള്ള സംവിധാനങ്ങളും പശ്ചാത്തലങ്ങളും ഒരുക്കുന്നതിന് അവരുടെ പരിമിതമായ ആ മേഖലയിൽ നിന്നുകൊണ്ടുള്ള പൂർണ്ണമായ വിവരം അവർക്ക് അവരുടേതായ ആ ഡയറക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൊടുക്കുകയായിരുന്നു. അതേസമയം മനുഷ്യവിഭാഗത്തിന് അല്ലാഹു തീരുമാനിച്ചത് അങ്ങനെയല്ല. നിങ്ങൾക്കറിയുമോ, മട്ടൻ ബേഡ് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ജപ്പാന്റെ തീരത്ത് ഹാഫ്രിംഗ് കടലിടുക്ക് വരെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഈ കരയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഏതാണ്ട് 45 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ദേശാടന പക്ഷിയാണ് ചെറിയ മട്ടൻ ബേഡ് എന്ന് വിളിക്കുന്ന പക്ഷി. ആ പക്ഷി അതാ മാസങ്ങൾക്ക് മുമ്പേ ഇറങ്ങി മരത്തിന്റെ പൊത്തിലുള്ള ആ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പക്ഷി ഇങ്ങനെ പറക്കുകയാണ്. പറന്നിട്ട് ഈ 45,000 ദശലക്ഷം കിലോമീറ്ററുള്ള വലിയ ദൂരം സഞ്ചരിച്ച് ഒരു സമുദ്രത്തെയും മറികടന്ന് ജപ്പാന്റെ തീരത്തുകൂടി ഹാഫ്രിംഗ് കടലിടുക്ക് വരെ എത്തി കാലിഫോർണിയ വഴി തിരിച്ച് അറ്റ്ലാന്റിക് സമുദ്രം മറികടന്ന് അതേ പൊത്തിലേക്ക് അതേ മരത്തിലേക്ക് തിരിച്ചു വരികയാണ്. എവിടെയും തെറ്റാറില്ല. നമുക്കാണെങ്കിലോ ഇവിടെ എത്താൻ തന്നെ പല പ്രാവശ്യം ഇവിടെയും പരിസരത്തും വന്നയാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും വരുമ്പോ എന്താ പഞ്ചാരമുക്കോ പഞ്ചാരമൂല വരെ ഓടിപ്പോയി. കാരണം കറക്റ്റ് സ്ഥലം പിടികിട്ടാത്തത് കൊണ്ടാണ്. നാം എത്ര തവണ വന്നിട്ട് പോലും ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള വിവരം മറ്റുള്ളവരോട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ ആ അന്വേഷിക്കാനും ആളുകളെ ബന്ധപ്പെടാനും അതിന്റെ സോഴ്സുകൾ സംവിധാനിക്കപ്പെടാനുമുള്ള പശ്ചാത്തലമാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. അതേസമയം ഈ പക്ഷിക്ക് ആരാണ് ഗൈഡായി നിന്നുകൊടുത്തത്? ആരെങ്കിലും റൂട്ട് തെളിക്കാൻ അവിടെ നിന്നിരുന്നോ? എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയിരുന്നോ? ഇല്ല. എന്നിട്ട് തിരിച്ചു വന്ന് ഇണചേർന്ന് മുട്ട വിരിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞ പക്ഷിയുണ്ടല്ലോ, പറക്കമുറ്റാനെടുക്കുന്ന സമയത്ത് കേവലം 3 മാസത്തെ പ്രായമാകുമ്പോൾ തന്തയും തള്ളയും അല്ലെങ്കിൽ പിതാവും മാതാവും നേരത്തെ ഇറങ്ങിപ്പോയ ആ പാതയിലൂടെ തന്നെ ആ കുഞ്ഞും പറക്കുകയാണ്. അതിന് നേരത്തെ ഉള്ളൊരു ഡയറക്ഷൻ നമ്മളാരും ഇവിടുന്ന് കൊടുത്തില്ല. സ്റ്റഡി ക്ലാസ് നടത്തിയില്ല. അവർക്ക് പ്രമാണങ്ങൾ ഇറക്കിക്കൊടുത്തില്ല. വായിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവരുടെ പ്രകൃതിയിൽ തന്നെ അവരെ ഡയറക്റ്റ് ചെയ്യാനുള്ള നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന സർവശക്തനായ റബ്ബ് അതാ സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, മൃഗങ്ങളിലും പക്ഷികളിലും മറ്റു ജീവജാലങ്ങളിലും പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം അറിവ് തേടി പ്രവർത്തിച്ച് അവരുടെ അപകടങ്ങളെ സംബന്ധിച്ചും അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ഉത്ബോധനം സ്വയം ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്തിനധികം ചിലന്തി വലകെട്ടുന്നതിൽ തന്നെ വളരെ വ്യക്തമായ തത്വമുണ്ടെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചില്ലേ? എത്ര ഭംഗിയായിട്ടാണ് അതിന്റെ വലകളെ കോർത്തിണക്കുന്നത്. അതിന്റെ അകലം എത്ര കറക്റ്റാണ്. ആ വലയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് പരിശോധിച്ചാൽ എല്ലാ സ്ഥലത്തും ഒരേ മെഷർമെന്റാണ് കാണാൻ കഴിയുക.
അതേപോലെ അതിന്റെ അറ്റത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇര വന്ന് വീണാൽ സെൻട്രൽ പോയിന്റിൽ ഇരിക്കുന്നയാൾ അപകടരഹിതമായി സുരക്ഷിതമായിരിക്കുന്ന ആ എട്ടുകാലി ആ ചിലന്തി സഞ്ചരിച്ച് റൗണ്ട് ചെയ്ത് പോകുന്ന ആ വള്ളികളെ മുഴുവൻ അല്ലെങ്കിൽ റിംഗ് റോഡുകളെ മുഴുവൻ അറഫാത്തിലേക്ക് റിംഗ് റോഡുകളുണ്ട്. ഹജ്ജ് പോയവർക്കറിയാം ആ റിംഗ് റോഡുകൾ തമ്മിലൊരു കണക്ഷനുണ്ട്. ഒരു റിംഗ് റോഡിൽ കൺജക്ഷനായാൽ തിരക്കായാൽ അടുത്ത റോഡിലേക്ക് പോവുകയാണ് വണ്ടി, തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് തിരിച്ചുവിടും. അതേപോലെയുള്ള കണക്ഷൻ ആ എട്ടുകാലി വലയുടെ ഇലയിൽ സംവിധാനിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് അടുത്ത ലൈനിലേക്ക് കറങ്ങിയടിച്ച് ആ ഇരയുടെ അടുക്കൽ വരുമ്പോഴേക്ക് ഇര കിടന്ന് പിടഞ്ഞാൽ അനങ്ങുന്നിടത്തോളം വീണ്ടും പിരിമുറുക്കം വരുന്ന വലയാണത്. മാത്രമല്ല ഒരു പ്രത്യേകമായ പശരൂപത്തിലുള്ളതാണ്. അതിൽ പിടിച്ചിരിക്കുന്ന ഇര കൂടുതൽ ഇളകുന്തോറും കൂടുതൽ ഒട്ടിപ്പിടിക്കുകയല്ലാതെ സലാമത്തിന്റെ വഴി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇതിന് ഇര കിട്ടാൻ സംവിധാനിച്ച വലയിൽ പെട്ടുപോയ ആ ഇര തീർച്ചയായും ആ എട്ടുകാലിക്ക് അവിടെ വന്നതിനെ തിന്നാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം വെച്ചു കൊടുത്തിരിക്കുന്നു. ഏത് എഞ്ചിനീയറുടെ പണമാണ്, ഏത് ആർക്കിടെക്റ്റാണ് ഇതിന് രൂപകൽപ്പന ചെയ്തത്? വളരെ വ്യക്തമായി നാം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ വ്യക്തമായ പാഠം നിങ്ങൾക്കില്ലേ? അതേപോലെ ചീങ്കണ്ണിയെപ്പോലെ വലിയ ജീവികൾ ആ വെള്ളത്തിന്റെ സൈഡിൽ വന്ന് കിടക്കുമ്പോൾ പിളർന്നു കിടക്കുന്ന ആ വലിയ ജീവിയുടെ പല്ലിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃമി, ആ കൃമിയെ കൊത്തിവലിച്ച് ആഹാരമായി കഴിച്ച് പള്ള നിറയ്ക്കാൻ ഒരു ചെറിയ പക്ഷിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പക്ഷി ഓടി വരികയാണ്. ചീങ്കണ്ണിയുടെ സമീപത്തേക്ക് മറ്റു ജീവികൾ അടുക്കാൻ പ്രയാസപ്പെട്ട് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ഈ ചെറിയ പക്ഷി ഇതിന്റെ വായക്കകത്തേക്ക് പറന്ന് സധൈര്യം വന്ന് ആ പല്ലിലിരിക്കുകയാണ്. പല്ലിലിരുന്നിട്ട് അതിന്റെ ഇടയിൽ കിടക്കുന്ന കൃമിയെ അതിങ്ങനെ കൊത്തി വയറ്റിലേക്ക് വിടുകയാണ്. ഇതിന്റെ വയറ് നിറയുന്നു എന്ന് മാത്രമല്ല, ആ വലിയ ജീവിയുടെ പല്ലിനിടയിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ആ കൃമികളുടെ നശീകരണം ചൊറിച്ചിൽ ശക്തമായി വരുമ്പോൾ ഒന്ന് ചൊറിഞ്ഞാലുള്ള മാനുഷിക സുഖം നമ്മൾ അനുഭവിച്ചതാണ്. അതേപോലെയോ അതിനപ്പുറമോ ആ ജീവിക്ക് വലിയ സ്വസ്ഥത ലഭിക്കുന്നു എന്നാണ് സയന്റിഫിക്കായി അതിന്റെ സ്റ്റഡി വ്യക്തമാക്കുന്നതെങ്കിൽ ആ വായ തുറന്നിരിക്കുന്ന ജീവി അനുഭൂതി ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമങ്ങൾ മാറിപ്പോകുന്ന ആ പ്രയാസരഹിതമായൊരു സുഖം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ പക്ഷി അതിന്റെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഈ ജീവിയൊന്ന് വായ അടച്ചാൽ ഈ പക്ഷിയുടെ ജീവിതം അസ്തമിച്ചു പോയി. ആ പക്ഷിക്ക് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയും ഇല്ല. പക്ഷേ ഇത് വായ അടക്കില്ല. ഇത് ഈ പക്ഷിക്ക് വേണ്ടി തുറന്നിങ്ങനെ നിൽക്കുകയാണ്. ഈ പക്ഷി ഇറങ്ങിപ്പോയതിന് ശേഷമേ ഇതിന്റെ വായ ചലിപ്പിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ജീവികൾക്കും കൊടുത്തിട്ടുള്ള ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കുക. എന്നാൽ മനുഷ്യ വിഭാഗത്തിന് അവരുടെ സംസ്കരണത്തിന് ആവശ്യമായ നിയമസംഹിതകൾ പ്രവാചകരിലൂടെ കൊടുക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനം ഉണ്ടായത്. അല്ലാഹുവിന് ഡയറക്റ്റായി കൊടുക്കാൻ കഴിവില്ല എന്നിട്ടല്ല. അർഹമുർ റഹീമായ റബ്ബ് ആ സംഹിതയെ സ്വയംഭൂവായ നിലക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്താൻ കഴിവില്ല എന്നിട്ടല്ല. റബ്ബിന്റെ തീരുമാനം ആ വിഷയത്തിൽ, സൃഷ്ടാവിന്റെ തീരുമാനം സൃഷ്ടികളായ അല്ലെങ്കിൽ ഉത്കൃഷ്ട സൃഷ്ടികളായ മനുഷ്യ വിഭാഗത്തിന് ഡയറക്ഷൻ നൽകാൻ, അവരുടെ ജീവിതത്തിന്റെ സംസ്കരണത്തിനാവശ്യമായ നിയമസംഹിതകൾ ഇഷ്യൂ ചെയ്യാൻ അല്ലാഹു തആല തീരുമാനിച്ചത് പ്രവാചകന്മാരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകരുടെ നീണ്ട നിരയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച പരമ്പരയിൽ നവോത്ഥാനമെന്ന ആ മഹത്തായ പുതുമയും ആ ആശയത്തിന്റെ ചൈതന്യം വെളിവാക്കുന്ന പുത്തൻ ശൈലിയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് നടത്തിയത്. അടിസ്ഥാനത്തിൽ നിന്ന് മാറാതെ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമപ്രകാരം ഇവിടെ സംവിധാനിച്ചിട്ടുള്ള തൗഹീദിന്റെ കലിമത്തിൽ ഒരു ഭേദഗതിയും വേണ്ട. ആ തൗഹീദുമായി ബന്ധപ്പെട്ട് പ്രവാചകർ ആ ആശയത്തെ പ്രതിനിധാനം ചെയ്ത് ഈ ലോകത്ത് പ്രബോധനം നടത്തുക എന്ന ശൈലിയിൽ ഒരു മാറ്റവും വേണ്ട. വിശ്വാസപരമായ കാര്യങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഇതിലൊന്നും വ്യത്യസ്തത വരാതെ നിയമസംഹിതകളും ജീവിത സാഹചര്യങ്ങളും ഇതാ കാലഘട്ടത്തിനനുസൃതമായ എല്ലാ വിഭവങ്ങളും നിറച്ചുകൊണ്ടാണ് അതാത് കാലഘട്ടത്തിലെ പ്രവാചകരെ അവർക്ക് കൊടുക്കപ്പെട്ട കിതാബുകൾ മുൻകാല പ്രവാചകരുടേത് ഫോളോ ചെയ്യാനാണെങ്കിൽ നബിമാരെ അയക്കുകയും അല്ല പുതിയതായി ഇപ്പോൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ മുർസലുകളെയും സംവിധാനിച്ചുകൊണ്ട് എല്ലാ നിയമസംഹിതകളുടെയും തറവാടായ ഇസ്ലാമിക രംഗത്ത് നവോത്ഥാനത്തിന്റെ മഹത്തായ ആ ദൗത്യ നിർവഹണവുമായി അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ആ ശരിയായ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിലുള്ള നവോത്ഥാനത്തിന്റെ പൂർണ്ണത തന്നെ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. 1921 നവോത്ഥാനത്തെ വലിച്ചു കീറിക്കൊണ്ടുപോയി അവിടെ മാത്രം ചുറ്റിക്കെട്ടാൻ ശ്രമിക്കുന്ന അല്പജ്ഞന്മാർ ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സാംസ്കാരിക രംഗത്ത് ABCD പോലും അറിയാതിരുന്ന വൈൻ ബാർ ഉമൻ എന്നീ 3 Wകൾക്ക് മാത്രം സ്ഥാനം കൽപ്പിച്ച നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഗോത്രവർഗ കലഹങ്ങളിലൂടെ നീണ്ട യുദ്ധങ്ങൾ സൃഷ്ടിച്ചുപോയ മാനുഷിക ഹൃദയങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ നവോത്ഥാന നായകരായി കാട്ടറബികളിലുണ്ടായിരുന്ന മാനസിക ഇരുട്ടിനെയും അറേബ്യൻ ഭൂഖണ്ഡത്തിലുണ്ടായ ഭൗതികമായ സമസ്യയും ഒരേ സമയത്ത് മാറ്റിയെടുക്കാൻ പരിശുദ്ധ ഖുർആനാകുന്ന ഖദീമായ കലാമുമായി ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ഐഡിയാസ് അടിസ്ഥാനപരമായ ആശയങ്ങൾ ഒരു ചെറിയ ഭേദഗതി പോലും വരാതെ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച നവോത്ഥാന രംഗത്ത് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നവോത്ഥാനത്തിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കാൻ ഈ വിഭാഗം തയ്യാറാകാത്തത് കൊണ്ടാണ് നവോത്ഥാനത്തിന്റെ മയിൽക്കുറ്റി 21 വരെ ഉള്ളൂ എന്ന തികഞ്ഞ വിഡ്ഢിത്തം വിളമ്പാൻ ഇവർ തയ്യാറായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് സാമൂഹികമായ പശ്ചാത്തലത്തിനനുസൃതമായി അതാ ആ ഇസ്ലാമിക രംഗത്ത് നവോത്ഥാനവും ഒന്നാമത്തെ ഘട്ടത്തിൽ പൂർത്തിയാക്കിയ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആശയങ്ങൾക്ക് ഇനി ഒരു മാറ്റവും ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വള്ളി പുള്ളി വിസർഗത്തിന് വൈജാത്യമില്ല. കാലിക പ്രസക്തിയോടെ എല്ലാ കാലവും നിത്യനൂതനത്വത്തോടെ നിലകൊള്ളുന്ന മഹത്തായ പരിശുദ്ധ ഇസ്ലാമിനെ കാലഘട്ടത്തിനനുസൃതമായി സമൂഹത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ അവതരിപ്പിച്ച് പഠിപ്പിച്ച് ഉൾക്കൊള്ളിക്കാനാണ് പിന്നെ നവോത്ഥാന നായകരുടെ വരവ് ആവശ്യമായി ഉള്ളത്. അല്ലാതെ ഭേദഗതിക്ക് വേണ്ടിയല്ല, മറിച്ച് പൊളിച്ചെടുത്തിന് വേണ്ടി എന്ന വിഡ്ഢിത്വവുമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിന്റെ ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനപരമായ പാരമ്പര്യത്തിലൂടെ നവോത്ഥാന നായകനായ റസൂലുള്ളാഹി തങ്ങളിലൂടെ പൂർത്തീകരിച്ചു തന്ന പ്രവാചക പരമ്പരയിലൂടെ ഉണ്ടായ പ്രബോധനത്തിന്റെ ദൗത്യം പ്രവാചകരില്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകർ പൂർത്തീകരിച്ചതിൽ നിന്ന് വ്യത്യാസമില്ലാതെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്ബോധനത്തിന്റെ വക്താക്കളാണ് പ്രബോധനത്തിന്റെ ആളുകളായി പിന്നീട് ആവശ്യമുള്ളത്. അവരും നവോത്ഥാന നായകർ തന്നെയാണ്. ആ നവോത്ഥാന നായകരുടെ പരമ്പര പരിശോധിച്ചാൽ അടുത്ത കാലത്ത്
അതാ പരിഷ്കാരമെന്ന് പേരിട്ടുകൊണ്ട്, പൊളിച്ചെഴുത്തെന്ന പേരിട്ടുകൊണ്ട്, കാലഘട്ടത്തിന് അനുസൃതമാണെന്ന് വ്യാജേന അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളെ പൊളിച്ചെഴുത്തുന്നത് പോലെ അവരവരുടെ പരിമിതമായ യുക്തി കൊണ്ട് അല്ലാഹുവിന്റെ മതത്തെ വ്യാഖ്യാനിച്ച് ദുർബലപ്പെടുത്താനും വൈകല്യപ്പെടുത്താനും ശ്രമിച്ച ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് നവോത്ഥാന നായകരെ പരിചയമില്ലാതെ ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ ചില ഡൂക്ലി പ്രൊഫസർമാരെയും ഇസ്ലാമിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ അല്പം പോലും മുന്നോട്ടു പോകാത്ത പടുജാഹിലുകളെയും നവോത്ഥാനത്തിന്റെ ആളുകളായി എണ്ണി പഠിപ്പിക്കാൻ ചരിത്ര രചനയ്ക്ക് ബ്രിട്ടീഷുകാരന്റെ ഒത്താശയുണ്ടായ ഇന്ത്യ രാജ്യത്ത് ശ്രമിക്കുന്നത് എന്നാണ് ആ ഭാഗത്തിന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയുമല്ലോ, ഞാൻ ആ ഭാഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ ആശയത്തെ അഥവാ നവോത്ഥാന നായകരായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സന്ദേശത്തെ നേരിട്ട് പകർത്തിയെടുത്ത സഹാബത്ത് അതിന്റെ ഒരു ഭാഗവും അടർത്തിപ്പോകരുതെന്ന നിർബന്ധവും കടിച്ചവുമായ വ്യഗ്രതയോടെ, ജാഗ്രതയോടെ അത് സഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറുകയാണ്. താബിഈങ്ങൾ തബഉ താബിഈങ്ങൾക്ക് കൈമാറുകയാണ്. അങ്ങനെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സമൂഹം മുഴുവനും പരത്തുപോകുന്ന, എല്ലാവരും പരത്തുപോയൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഇടക്കാലത്ത് വെച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടായാലും അതിൽ ബാധിച്ചുകൊണ്ട് ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചാലും അതാ ഒരു വിഭാഗം ആളുകൾ 100% കണിശതയോടെ ആ ഇസ്ലാമിക സ്തംഭത്തെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വടവൃക്ഷത്തെ, നാരായ വേരിനെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ പാരമ്പര്യത്തിലൂടെ അനവധി തെളിവുകളുടെ പിൻബലത്തിലായി പരിശുദ്ധ ഇസ്ലാം നമ്മുടെ കൊച്ചു കേരളത്തിലും കേരളമടങ്ങുന്ന ഇന്ത്യ രാജ്യത്തും ഔദ്യോഗിക പ്രചരണത്തിന് നല്ല സമ്പൽ സമൃദ്ധമായ സമയത്തു തന്നെ ഇസ്ലാം കടന്നു വന്നു എന്ന കാര്യം ചരിത്രപരമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ അറിയാം. നാം മനസ്സിലാക്കണം, ആ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളിലൂടെ തന്നെ കിട്ടിയ ഭേദഗതിയില്ലാതെ സൂക്ഷിക്കേണ്ടുന്ന ഖിയാമത്ത് നാൾ വരെ അസ്ഥിരപ്പെടുത്താനാകാത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കാലഘട്ടത്തിന് ജീവിക്കാൻ പര്യാപ്തമല്ല എന്ന് പറയേണ്ടുന്ന ഒരു ഗതികേട് ലോകത്തുണ്ടായിട്ടില്ല എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയുമല്ലോ, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അറബ് രാജ്യങ്ങളുടെ നിർണായകമായ ഭൂപ്രദേശങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരടക്കമുള്ള, പട്ടാളക്കാരടക്കമുള്ള നിരവധി ആളുകൾ ഓരോ ദിവസവും ഇസ്ലാമിനെ ആശ്രയിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അമേരിക്കൻ മിലിറ്ററിയിൽ ഇസ്ലാമിക് മൂവ്മെന്റ് അതിശക്തമാണെന്ന് ചാരവൃത്തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, ഓപ്പോസിറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സാഹചര്യത്തിലുണ്ടായ സർവസമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഫിലോസഫേഴ്സ്, സയന്റിസ്റ്റുകൾ ഓരോ മേഖലയിലും ഇന്ന് ഭൗതിക രംഗത്തറിയപ്പെടുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ അവരുടെ മുമ്പിൽ വിവരിക്കപ്പെട്ട മുഴുവൻ കോഴ്സുകളിലും ആന്റി ഇസ്ലാമിക് പ്രോഗ്രാമുകളാണുള്ളതെങ്കിലും പഠിക്കാൻ മെനക്കെട്ട വിഭാഗം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാണ്. സഹോദരിമാരെ ബന്ധപ്പെടണം. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ നവോത്ഥാന ചരിത്രം തന്നെ നമുക്ക് മുൻഗാമികളിലൂടെയാണ് കിട്ടുന്നത്. അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് വഴന്നിലേക്ക് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ബേജാറാകരുത്. ആന്റി ഇസ്ലാമിക് പ്രോഗ്രാമുമായി കടന്നു വന്ന ഒരുപാട് ആളുകൾ അവരുടെ മുന്നിൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയം എത്തിപ്പെടുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ അവസരം ലഭിക്കുമ്പോൾ, അതിവിടെ പ്രചരിപ്പിച്ച നവോത്ഥാന നായകരെ അക്ഷരാർത്ഥത്തിലുള്ള
യഥാർത്ഥത്തിലുള്ള നവോത്ഥാന വൃന്ദത്തെ പരിചയപ്പെടുമ്പോൾ അവര് പരിശുദ്ധ ഇസ്ലാമിനെ ആശ്ലേഷിക്കുകയാണ്. പ്രജാഗരോധിയടക്കം, അതുപോലെ യൂസുഫിൽ ഇസ്ലാമായി മാറിയ പോപ്പ് ഗായകനടക്കം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവൻ റിഡ്ലി എന്ന ബ്രിട്ടീഷ് വനിതയടക്കം, അങ്ങനെ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ കേരളത്തിലടക്കം, ഇന്ത്യ രാജ്യത്തടക്കം, അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളിലും അതിശക്തമായ മുന്നേറ്റമാണ്. വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ ഭൗതിക രംഗത്ത് വിരാജിക്കുന്നവർ ആത്മീയ ദാഹത്തിന്റെ പരവേശം അത് ശരിയായി പഠനത്തിന് വിധേയമാക്കുമ്പോൾ അവരെത്തിപ്പെടുന്നതിന്റെ അവസ്ഥയെക്കുറിച്ച് ഇസ്ലാമിക ലോകത്തുള്ള പ്രത്യേകമായ വരവിനെ സംബന്ധിച്ച് ആലോചിച്ചാൽ മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, ഈ വരുന്ന ആളുകൾ 1921 ഉടലെടുത്ത അല്ലെങ്കിൽ 41 പ്രഖ്യാപിച്ച അത്തരം ആശയങ്ങളുടെ പിതാക്കളെയും ആശയങ്ങളെയും കണ്ടുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിനെ അടക്കം, ടർക്കിഷ് മുസ്ലിംസിനെ അടക്കം, ഇസ്ലാമിന്റെ ഒരുപാട് ആശയങ്ങളെ അടക്കം തകർത്തു തരിപ്പണമാക്കാൻ ഇറങ്ങി തിരിച്ച വഹാബി മൂവ്മെന്റ് കണ്ടുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ഈ ഉന്നത വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെയും ഭൗതിക മേഖലയിൽ വ്യത്യസ്ത കഴിവുകൾ പ്രകടമാക്കിയ ബുദ്ധിമാന്മാരുടെയും നല്ലൊരു ശ്രേണി ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ 41ന്റെയോ 21ന്റെയോ അതല്ലെങ്കിൽ കേവലം ഒരു നൂറ്റാണ്ടിന്റെ മാത്രം പഴക്കമുള്ളതോ ആയ ആശയങ്ങളും അതിന്റെ ആളുകളെയും കണ്ടുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അവർ സമീപിക്കുന്നത് ഏറ്റവും പഴയ ഇസ്ലാം, ഏറ്റവും പഴയ ആധികാരിക പ്രമാണം നിത്യനൂതനത്വത്തോടെ നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, ആ ആശയത്തിന്റെ നിരവധി തലനാരിഴകീറിയ സിറുകൾ അഥവാ സീക്രട്ടുകൾ, രഹസ്യങ്ങൾ ഇനിയും സയന്റിഫിക് വേൾഡിൽ, ശാസ്ത്രീയ ലോകത്ത് കണ്ടുപിടിക്കാനാകാത്ത, പൂരിപ്പിക്കാൻ കഴിയാത്ത സമസ്യകളായി നിലനിൽക്കുന്നു എന്ന ബോധം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ ആശ്രയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ അടിസ്ഥാനപരമായി അവർക്ക് കിട്ടിയ അല്ലാഹുവിന്റെ ധാർമ്മികമായ ആ ആശയത്തെ നിലനിർത്തുന്നതിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പോലും തയ്യാറായ, പ്രതിരോധത്തിന്റെ ഘട്ടത്തിൽ അനിവാര്യമായ വേളയിൽ വിശ്വാസിയുടെ കർമ്മവും ധർമ്മവും യോജിച്ച ആ ചരിത്ര പശ്ചാത്തലങ്ങളെ അയവിറക്കിക്കൊണ്ടാണ് ആധുനിക ലോകവും നിരവധി ലോകത്തെ ബുദ്ധിരാക്ഷസന്മാരെ അട്രാക്ട് ചെയ്യുന്നത്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഇവൻ റിഡ്ലി എന്ന ബ്രിട്ടീഷ് വനിത, നിങ്ങൾക്കറിയുമല്ലോ, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധമുന്നണിയിൽ രഹസ്യമായി ചാരപ്രവർത്തനം നടത്താൻ, എന്നിട്ട് ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും ഭ്രഷ്ടായ ന്യൂസുകൾ എത്തിച്ചു കൊടുത്ത് ജോർജ് ബുഷിനെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെ ഭരണാധികാരികളെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന വ്യാജ പർദ്ദ ധരിച്ച ഞാൻ അവിടെ പോയി അറസ്റ്റ് ചെയ്യപ്പെട്ട അമേരിക്കയുടെ, ബ്രിട്ടന്റെ അതിശക്തമായ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ, ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമുള്ള അലയൻസിന്റെ അടിസ്ഥാനത്തിൽ നിതാന്ത ജാഗ്രതയോടെ ത്യാഗങ്ങൾ അനുഭവിച്ച എന്റെ റിലീസിന് വേണ്ടി, മോചനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എന്റെ ബ്രിട്ടൻ എന്ന നാടിനോടും അതിനെ സഹായിച്ച അമേരിക്കയോടുമൊക്കെ എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ബ്രിട്ടനിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതേ സമയത്ത് എനിക്കൊരു സത്യം പറയാതെ വയ്യ. വ്യാജ പർദ്ദ ധരിച്ചുകൊണ്ട് പടക്കളത്തിലെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാനും ബ്രിട്ടനും അമേരിക്കക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും യുദ്ധമുന്നണികളിൽ റിപ്പോർട്ട് ചെയ്ത് പ്രസിദ്ധിയാർജിച്ച ഒരു പത്രപ്രവർത്തക എന്ന നിലക്ക് ഞാൻ അവിടെ എത്തിയത് വ്യാജ പർദ്ദ ധരിച്ചുകൊണ്ടാണെങ്കിൽ ആ വ്യാജ പർദ്ദ ഞാൻ എന്നേക്കുമായി വലിച്ചെറിയുന്നു. ഒറിജിനൽ പർദ്ദ ഞാൻ ധരിക്കുകയാണ്. ഒരു സത്യം എനിക്കിനി വിളിച്ചു പറയാതെ നിവർത്തിയില്ല. മനസ്സാക്ഷിയോട് യോജിക്കാതെ വഞ്ചനാപരമായ നിലപാടിൽ ഇനി എനിക്ക് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
ഷഹാദത്ത് കലിമ ചൊല്ലി ലോകം ശ്രദ്ധിച്ച ഇസ്ലാമിക ആശ്ലേഷണത്തിന് ഇവൻ റിട്ലി തയ്യാറാകുമ്പോൾ അവര് തുറന്നു പറയുകയാണ്, എന്നെ അട്രാക്ട് ചെയ്ത വിഷയം എന്താണെന്നറിയുമോ? ആധുനിക ലോകത്തെ ആംഗലേയ ഭാഷയ്ക്ക് യോജിച്ച നിലക്ക് സാഹിത്യനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരനും ഒക്കെ യോജിച്ച നിലക്ക് നിയമസംഹിതകളെ വളച്ചൊടിച്ച് കാലികമായ മാറ്റമെന്ന വ്യാജേന വൈകല്യം വരുത്തിയ ചില വാചക കസറത്തുകൾ കണ്ടുകൊണ്ടല്ല, മറിച്ച് ഞാൻ എങ്ങനെയാണ് ഇസ്ലാമിനെ പരിചയപ്പെട്ടത്, ഞാൻ ആ രാജ്യത്ത് എത്തിയപ്പോൾ എന്നെ എത്ര വേഗം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതെനിക്ക് അത്ഭുതം തന്നെയാണ്. എന്നാലും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജീവിതം പോലും അപകടത്തിലാണെന്നും മരണം മുന്നിലുണ്ടെന്നും തിരിച്ചറിഞ്ഞ അതിനിർണായകമായ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്നെ ജയിലിലേക്ക് കാരാഗൃഹത്തിലേക്ക് വിടുമ്പോൾ അവിടെ വെച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പ്രതികാരദാഹത്തിനു വേണ്ടി പിച്ചിച്ചീന്താനെത്തുന്ന താലിബാന്റെ പോരാളികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന എനിക്ക് ആ ജയിലനുഭവത്തിലൂടെ ഒരു മനസ്സാക്ഷിയോട് എനിക്ക് യോജിക്കേണ്ടി വരികയാണ്. ഞാൻ ഒരുപാട് യുദ്ധമുന്നണികളിൽ, യുദ്ധക്കടങ്ങളിൽ, അതുപോലെ പോരാട്ട ഭൂമികളിൽ റിപ്പോർട്ടിന് വേണ്ടി പോയിട്ടുണ്ട്, പത്രപ്രവർത്തനത്തിനു വേണ്ടി. അവിടെ പലപ്പോഴും അറസ്റ്റിലായിട്ടുണ്ട്, പലപ്പോഴും കസ്റ്റഡിയിലെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന മനുഷ്യത്വരഹിതമായ മാന്യതാവിരുദ്ധമായ സമീപനം ലവലേശം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട സമയം മുതൽ ലേഡീസ് വോളണ്ടിയേഴ്സിന്റെ നിരന്തര പരിചരണമല്ലാതെ ഒരു പുരുഷന്റെ തുറിച്ചുള്ള നോട്ടം പോലും ഇവൻ റിട്ലി എന്ന പാവപ്പെട്ട എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നത് ഞാൻ എടുത്തു പറയുകയാണ്. ഒരന്യ പുരുഷന്റെ തുറിച്ചുള്ള നോട്ടം പോലും അനുഭവിക്കാതെ രാജ്യദ്രോഹ കുറ്റമെന്ന നമ്പർ 1 ക്രൈം ചുമത്തപ്പെട്ട ഞാൻ ആ ജയിലരികളിൽ കിടക്കുമ്പോൾ പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ എന്തായാലും മരണമെങ്കിൽ ബ്രിട്ടനിൽ എനിക്കൊരു നല്ല പേര് ലഭിക്കാൻ കൊണ്ടുവന്ന ആഹാര സാധനങ്ങള് അവജ്ഞയോടെ പുച്ഛത്തോടെ മാറ്റിവെച്ചിരിക്കുമ്പോഴും അതാ സമയാസമയങ്ങളിൽ ഫ്രഷായ ഫുഡ് കൊണ്ടുവന്ന് എന്റെ കൈ രണ്ടും ശുദ്ധജലത്തിൽ കഴുകിത്തുന്ന് സ്നേഹമസൃണമായി കഴിക്കാൻ ആവശ്യപ്പെടുന്ന ലേഡീസ് വോളണ്ടിയേഴ്സ് അവര് ധരിച്ചിരുന്ന ഒറിജിനൽ പർദ്ദയിലാണ് എനിക്കിന്ന് സമാധാനം കാണാൻ കഴിയുന്നതെന്ന് ഇവൻ റിട്ലി പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല ആകാശത്തിന്റെ അന്തരീക്ഷം മുഴുവൻ ബീഭത്സമായ ഭീകര താണ്ഡവമാടുന്ന യുദ്ധക്കൊതിയന്മാരുടെ ആ കളരിയായി മാറിയിരിക്കുമ്പോൾ ജീവിതം എങ്ങനെ തുടരുമെന്ന പ്രതീക്ഷയിൽ ആ ഉത്കണ്ഠയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ സഹോദരങ്ങൾ അവരുടെ വിശ്വാസം എന്നെ വല്ലാതെ ആകർഷിച്ചുപോയി. ബോംബർ വിമാനങ്ങൾ തീതുപ്പുമ്പോൾ അവരുദ്ദേശിക്കുന്ന താലിബാൻ പട്ടാളക്കാരെന്ന് പിടഞ്ഞു വീഴുന്നത് സാധാരണക്കാരായ 10,000-ങ്ങളെ ലക്ഷക്കണക്കിന് ആളുകളെ അലിംബത ചെയ്യുന്ന ക്രൂര വിനോദമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്റെ രാജ്യത്തിന്റെ സപ്പോർട്ടോടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്തു പോകുന്നു, കല്യാണ വീട്ടിലേക്ക് അതാ പുതിയ പെണ്ണും പുതിയ ആപ്പിളയും എത്തി. അവര് പ്രത്യേകമായി നിക്കാഹിന്റെ സദസ്സൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണും പുതിയ ആപ്പിളയും കൂടി ഒരുമിച്ച് യാത്ര തിരിക്കാനിറങ്ങുമ്പോൾ ഒരാചാര വെടി മുഴക്കുക എന്നത് അഫ്ഗാനിസ്ഥാന്റെ ഒരു ശൈലിയാണ്. ആകാശ ലോകത്തേക്ക് സന്തോഷത്തിന്റെ വെടിമുഴക്കം പ്രഖ്യാപിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ കരയുന്നതിനേക്കാൾ വ്യക്തമായി അമേരിക്കൻ പട്ടാളക്കാർക്കും ഭരണകൂടത്തിനും അറിയാം. അതാ അയിൽ അലക്കിയിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ കണക്കും അളവും വരെ തിട്ടപ്പെടുത്താൻ കഴിയുന്ന റഡാർ സംവിധാനത്തിന്റെ കുറ്റമറ്റ നേതൃത്വം വഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കക്കാരൻ ആ കല്യാണം കഴിച്ച് സ്വപ്നത്തിന്റെ ഭൂമിയിലേക്ക് യാഥാർത്ഥ്യത്തിന്റെ പദമൂന്നുന്ന ആ മംഗല്യ മുഹൂർത്തത്തിൽ ആമോദത്തിലും ആഹ്ലാദത്തിലും പിഞ്ചോമന മക്കളുമായി ചുറ്റും കൂടി നിന്ന് പാടുന്നവരുമായി സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ബോംബർ വിമാനങ്ങൾ ആകാശത്തെത്തി അതിരൂക്ഷമായ ബോംബിംഗ് നടത്തി ആ പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളയും അവര് തുന്നിയുണ്ടാക്കിയ നിരവധി ആകാശ കൊട്ടാരങ്ങളെയും പ്രത്യേകമായി യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന സ്വപ്നത്തിന്റെ മേഖലകളെയും തകർത്തു തരിപ്പണമാക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനമാണ് അവിടെ രാജ്യത്തു നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം സിവിലിയന്മാരെ
കശാപ്പ് ചെയ്യുന്ന ആ രാജ്യത്തിന്റെ അതിരൂക്ഷമായ തീക്ഷ്ണമായ ആ പ്രതിസന്ധികൾക്കിടയിലും അതാ വീടുകൾ തകർന്നുപോയി, പള്ളികൾ തകർന്നുപോയി, എല്ലാം അസ്തമിച്ചുപോയ മനുഷ്യർ ഒരു ദിനം ജീവിതം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ ജീവന് വേണ്ടി പെടാപ്പാടുപെടുമ്പോ ഏത് ക്രൂരവിനോദവും കാണിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ മനുഷ്യത്വത്തിന് കഴിയാതിരിക്കുന്ന സാധാരണ അവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ധാർമ്മികമായൊരു വിശ്വാസത്തിന്റെ പിടിക്കയർ മുറുകെ പിടിക്കുന്ന ആ ജനങ്ങളെ ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചു. അതാ ചെറിയ മൊട്ടക്കുന്നുകളിലേക്ക്, പാറക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടിയ ചെറിയ പാറമലകളിലേക്ക്, വടക്കുകളിലേക്ക് കടന്നു ചെന്ന് ഉച്ചത്തിലുള്ള ഉയർച്ചയിലുള്ള സ്ഥാനത്തേക്ക് കയറി നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ധാർമ്മിക വിപ്ലവത്തിന്റെ മന്ത്രോച്ചാരണവുമായി നിസ്കാരത്തിന്റെ സമയം മുറതെറ്റാതെ വിളിച്ചറിയിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അപ്പോഴും കാത്തുസൂക്ഷിക്കപ്പെടുന്ന ആചാരവും മര്യാദയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാങ്ങിന്റെ ധ്വനി കേൾക്കുമ്പോൾ ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ വിശ്വാസികൾക്ക് പള്ളികളില്ല. തകർക്കപ്പെട്ട പള്ളികളുടെ അവശിഷ്ടങ്ങളെ മനോവേദനയോടെ നോക്കിക്കാണുന്നവർ അതിന്റെ പേരിൽ മരവിച്ചു നിൽക്കാതെ തൊട്ടടുത്ത് കാണുന്ന ശ്മശാന ഭൂമിക്ക് തുല്യം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഭൂപ്രദേശത്തിന്റെ ഒരു കത്രത്തിൽ കയറി നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയാ. അല്ലാഹുവിലേക്കുള്ള മുനാജാത്താകുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കാൻ വരുന്ന സമയത്ത് അവരുടെ വസ്ത്രത്തിന്റെ അഗ്രഭാഗം പിടിച്ചുകൊണ്ട് ഉപ്പാന്റെ കൂടെ ഇറങ്ങി വന്നൊരു പേരക്കുട്ടി, ഒരു സന്താനം അതാ കടന്നു വന്നിട്ടുണ്ട്. ആ കുട്ടി വസ്ത്രത്തിന്റെ തലക്കൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുറതെറ്റാതെ സമയനിട്ട തെറ്റാതെ അല്ലാഹുവിലേക്ക് നിസ്കാരം കൊണ്ട് അടുക്കുന്ന ഈ വിശ്വാസിയായ ആബിദായ മനുഷ്യൻ കൈകെട്ടിയിട്ട് നിസ്കാരത്തിനങ്ങ് പ്രവേശിച്ചാൽ ആകാശലോകത്ത് വട്ടമിട്ട് പറക്കുന്ന ബോംബർ വിമാനങ്ങൾ അവരുടെ മൈൻഡിലില്ല. പൊട്ടിത്തെറിക്കുന്ന മൈലുകളിലൂടെ ജീവിതം അസ്തമിക്കുന്ന ഒറ്റപ്പാടുകൾ അവരെ അലോസരപ്പെടുത്തുന്നില്ല. അവര് കോൺസെൻട്രേഷനോടെ, ഏകാഗ്രതയോടെ അവർ നിസ്കാരം നിർവഹിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ കൺട്രോൾ ചെയ്യുന്ന പിതാവിന്റെ ശ്രദ്ധ, നിരീക്ഷണം എന്റെ ഭാഗത്തു നിന്ന് മാറിയെന്ന് കുറെ നേരം കഴിഞ്ഞ് മനസ്സിലാക്കിയ ചെറിയ ബുദ്ധിയുടെ ഉടമയായ ആ കുഞ്ഞ് അവിടുന്ന് ആ വസ്ത്രത്തിന്റെ തലക്കൽ നിന്ന് കൈവിട്ട് പരിസരത്തോടിക്കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിക്കുന്നതിനിടയിൽ അതാവിടെ കിടക്കുന്ന ക്ലസ്റ്റർ ബോംബിന്റെ അവശിഷ്ടങ്ങളെടുത്ത് ടോയ്സോ സീറ്റ്സോ കളിപ്പാട്ടമോ മിഠായിയോ ആണെന്ന് കരുതി അതാവര് വായോടടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖത്തോടടുപ്പിച്ച് പിടിക്കുമ്പോ നിർവീര്യമാകാൻ ബാക്കിയുള്ള ക്ലസ്റ്റർ ബോംബിന്റെ അപകടകാരിയായ അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് നൂറുകണക്കിന് കഷ്ണങ്ങളായി ആ പിഞ്ചോമന കുഞ്ഞ് ചിന്നിച്ചിതറുകയാ. നിസ്കാരത്തിൽ നിൽക്കുന്ന വിശ്വാസിക്ക് ലവലേശ ചാഞ്ചല്യമില്ല. അല്ലാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്ത് ആ നിസ്കാരം അങ്ങ് പൂർത്തിയാക്കിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം വീട്ടിയിട്ട് പൊന്നുമോനെ നോക്കുമ്പോ നൂറുകണക്കിന് കഷ്ടങ്ങളായി ചിന്നിച്ചിതറിയ ബോഡി പാർട്സുകൾ കൊണ്ട് മനസ്സ് പൊട്ടിക്കരഞ്ഞ പിതാവ് കണ്ണുനീര് തുടച്ച് അല്ലാഹുവിന്റെ ഖദായിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണ്ടേ. രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ ദീനിനെ സൂക്ഷിച്ചതിന് വിചാരണ ചെയ്യപ്പെടുമ്പോ രക്ഷപ്പെടാനുള്ള മാർഗത്തിന് കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഭൂമിയായ ദുനിയാവിൽ ഞാൻ അല്ലാഹുവിന്റെ ഖദായിൽ തൃപ്തിപ്പെടാതെ ജീവിച്ചുകൂടല്ലോ.
എന്ന സമാധാനത്തിന്റെ സന്ദേശം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ആ കുഞ്ഞിന്റെ ബോഡി പാർട്സുകൾ എടുത്തൊരു പോളിത്തീൻ കവറിൽ ഫില്ല് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് അതാ പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് മക്ബറയിലേക്ക് പോയി ഒരു ചെറിയ കുഴിയെടുത്ത് ആ പാർട്സുകൾ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് അസ്സലാമു അലൈക യാ ബുനയ്യ, വൈചിത്ര്യമായ സൃഷ്ടിപ്പിന്റെ നാഥനായ സൃഷ്ടാവായ അല്ലാഹു ഒന്നിൽ ഒന്നുമല്ലാതിരുന്ന പൊന്നുമോനെ ഞങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്തില്ലേ, ഇനിയും അല്ലാഹുവിനെ രൂപപ്പെടുത്താൻ ഒരു പ്രയാസവുമില്ല, സ്വർഗീയ ആരാമത്തിൽ തത്തിക്കളിക്കുന്ന പിഞ്ചോമനയായി ഇനി നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് കുഞ്ഞിനോട് യാത്ര പറഞ്ഞു പോരുന്ന പിതാവ് തൊട്ടടുത്ത സർവാംഗിന്റെ വിളിയും ഇതേപോലെ കേൾക്കുമ്പോ നിസ്സങ്കോചം, ഒരു മാനസിക ഭയവുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ, ഒരു ചിന്തയും മറ്റു വൈകല്യങ്ങളുമില്ലാതെ കടന്നു വന്നിട്ട് രണ്ടാമതും അല്ലാഹുവിന്റെ മുമ്പിൽ ഏകാഗ്രതയോടെ ഇബാദത്തിന് നിസ്കാരത്തിന് കൈകെട്ടുമ്പോ ഈ വിശ്വാസത്തിന് തുലനം ചെയ്യാൻ ഒരു വിശ്വാസത്തിന്റെ ഭൂമിക ലോകത്തെവിടെയും ഞാൻ കണ്ടില്ല. അരമനകളിൽ, സിംഹാസനങ്ങളിൽ, രാഷ്ട്രത്തിന്റെ ഉന്നത സ്ഥിരാകേന്ദ്രങ്ങളിൽ, രഹസ്യാറകളിൽ, പോരാത്ത ഭൂമികളിൽ എന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലം കടന്നു പോകുന്ന ലോകം അങ്ങനെയൊക്കെ തപ്പി നോക്കി പരതി തിരിച്ചു വന്നതാണ്. എവിടെയും കാണാത്തത് കൊണ്ട് ഇനി ഞാൻ ആശങ്കപ്പെടാതെ, ആരെയും ഭയപ്പെടാതെ, എല്ലാ നന്ദിയും എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സത്യം ഞാൻ വിളിച്ചങ്ങ് പറയട്ടെ. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ചെകിടടപ്പിച്ചുകൊണ്ട് ഇവൻ റിഡ്ലി പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. ഞാൻ ആ പശ്ചാത്തലം ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ലോകത്തുണ്ടായ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ വേഗം ധാരാളം തരത്തിൽ ആരോഹണക്രമത്തിൽ അതിന്റെ റേഷ്യോ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ സ്വീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായത് ഇന്നലകളിൽ നടന്ന നവോത്ഥാന പ്രവർത്തനത്തിന്റെ ചരടുകൾ എന്ന പേരിൽ വ്യാജേന അവതരിപ്പിക്കുന്ന അടിസ്ഥാനമില്ലാത്ത പാഴ്സലുകൾ കണ്ടിട്ടല്ലടോ അല്ലാഹുവിന്റെ ദീനിന്റെ ചൈതന്യം വിശ്വാസപരമായി, കർമ്മപരമായി നിഷ്ഠയോടെ കാത്തു സൂക്ഷിച്ചൊരു പാരമ്പര്യത്തിന്റെ സൗന്ദര്യമാണ് അവരെ അട്രാക്ട് ചെയ്തതെങ്കിൽ, അവരെ ആകർഷിച്ചതെങ്കിൽ ആ ഇസ്ലാമിനെയാണ്, അല്ലാഹുവിന്റെ ദീനിനെയാണ് നാം ഉൾക്കൊള്ളുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ഈ നവോത്ഥാനവാദി കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളമടങ്ങുന്ന ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ അതിശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് അടിസ്ഥാനങ്ങളിൽ പോരായ്മ വരാതെ കാത്തുസൂക്ഷിച്ച് പ്രബോധനം നടത്തിയവരിൽ വലിയ നേതൃത്വമായി നിരവധി ആളുകളെ നമുക്ക് കാണാം. ഇന്ത്യ രാജ്യത്ത് മറക്കാനാകാത്ത സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, മഹാനായ അജ്മീർ ശൈഖുനായ പോലെ, അതുപോലെ ബഹുമാനപ്പെട്ട കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മമ്പറന്തങ്ങളെയും ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെയും പോലെ, മഖ്ദൂമുമാരെ പോലെ നിരവധി ചരിത്ര പുരുഷന്മാരുടെ പരമ്പര തന്നെ സംശുദ്ധമായി ഇസ്ലാമിൽ അവതരിപ്പിക്കാറുണ്ടെങ്കിൽ എന്തിനാണ് വ്യാജ പട്ടയം വാങ്ങാൻ ഇസ്ലാം പോകേണ്ടത്? അതിന്റെ ആവശ്യമില്ല. ഇവിടെയാണ് നവോത്ഥാന ചരിത്രത്തെ നാം ശരിക്കും വിലയിരുത്തേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അടിസ്ഥാനത്തോട് ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ കേരളത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം അതിന്റെ തനതായ രൂപത്തിൽ
അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഹിജ്റ സനത്ത് 50 5-ാം വർഷമെടുത്ത പള്ളി എന്നാണ് പുരാതന ലിപികളിൽ കണ്ണൂർ ജില്ലയിലെ മാടായി ജുമാഅത്ത് പള്ളിയുടെ പഴയ കട്ടിളയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. ഹിജ്റ 5-ാം വർഷമെങ്കിൽ അന്ന് റസൂലുള്ളാഹി തങ്ങൾ 58 വയസ്സോടെ മദീനയിൽ ജീവിച്ചിരിക്കുകയാണ്. മദീനയിൽ പുണ്യപാദങ്ങൾ അമർത്തി യസ്രിബിനെ മദീന മുനവ്വറയാക്കി പരിവർത്തനം ചെയ്യുന്ന സുവർണ പ്രബോധനത്തിന്റെ ഏറ്റവും ഉത്തുംഗമായ കാലഘട്ടത്തിൽ തന്നെ കൊച്ചു കേരളത്തിൽ വരെ ഇസ്ലാം പ്രചരിച്ചതായി ചരിത്രരേഖകളിൽ നിന്ന് കാണാം. ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ ഏജൻസിയായി മാലിക് ദീനാർ തങ്ങളും കൂട്ടരും പരിചയപ്പെടുത്തുന്നു. അതെ, അതിനു മുമ്പും പരിശുദ്ധ ഇസ്ലാമിന്റെ ചലനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നവോത്ഥാനത്തിന് ശേഷം, നവോത്ഥാനത്തിന് മുമ്പ് പരിശോധിച്ചാൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം അത് സമർപ്പിക്കുന്നതിന് ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു ശിരോന്മല പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിന്റെ പരിധിയിലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്നു മുതലേ ഇസ്ലാമിക ചൈതന്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സഹാബത്ത് മാത്രമേ പണിയാൻ സാധ്യതയുള്ളൂ എന്ന് ചരിത്രം വിളിച്ചു പറയുന്ന കാലഘട്ടത്തിൽ ഹിജ്റ 5-ാം വർഷം പള്ളിയെടുത്ത് പരിചയമുള്ള ഈ നാട്ടിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക് ദീനാർ തങ്ങളും കൂട്ടരും വന്നിറങ്ങി. അവര് പള്ളി പണിതു, അവർ ഇസ്ലാമിക പ്രബോധനം നടത്തി.